Hello guys, welcome back to my YouTube channel. 555 Angel Tarot Card Reading മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളെ ചേർത്ത് പിടിച്ച് ശത്രുക്കളെ മാറ്റി നിർത്താൻ ഈ വ്യക്തി പഠിച്ചിരിക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അതിന്റെ ഒരു എനർജി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഈ പേഴ്സൺ ഏതൊരു എനർജിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. The skunk and magnolia പ്രൊട്ടക്ഷൻ എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അതായത് ഇവിടെ സ്കങ്ക് എന്ന് പറയുന്ന ആ ഒരു ആനിമൽ ആണെങ്കിലും മഗ്നോലിയ എന്ന് പറയുന്ന ഫ്ലവർ ആണെങ്കിലും രണ്ട് ആൾക്കാരും ഭയങ്കര സെൽഫ് ഡിഫെൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ തന്നെ ആക്രമിക്കാൻ വരുന്ന വ്യക്തികളെ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സ്വഭാവ രീതി മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ നിന്നും രക്ഷ നേടാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കഴിവുകൾ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. ആൻഡ് ഓൾസോ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് എവിടെയാണ് ബൗണ്ടറീസ് കീപ്പ് ചെയ്യേണ്ടത്, എവിടെയാണ് അതിരുകൾ വെക്കേണ്ടത്, ആരുമായിട്ടാണ് ആരുടെ അടുത്ത് നിന്നാണ് ദൂരേക്ക് പോകേണ്ടത്, ആരൊക്കെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാര്. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പേഴ്സണ് ഓൾറെഡി ആദ്യമൊക്കെ മനസ്സിലായിട്ടില്ലായിരിക്കാം, പക്ഷെ ഇപ്പോ മനസ്സിലാക്കി വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിൽ നിന്നും താൻ പ്രൊട്ടക്ഷൻ നേടിയാൽ മാത്രമേ, സംരക്ഷിച്ചാൽ മാത്രമേ മുന്നോട്ട് മര്യാദക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് എന്താ പറയാ, കാര്യങ്ങളെ മനസ്സിലാക്കുവാനും മറ്റുള്ളവരെ ഒരു കൈയകലത്തിൽ മാറ്റി നിർത്തുവാനും ഒക്കെ ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും അധികം തകർന്നു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഒരുപാട് എന്താ പറയാ ഡാമേജസ് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ഈ പേഴ്സൺ എന്താ പറയാ സഹിച്ചിട്ടുണ്ട്. കാരണം അത് ഈ പേഴ്സൺ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ കൊണ്ടേ തലവെച്ചതാണ്, ഈ പേഴ്സണായിട്ട് തന്നെ കൊണ്ടുവന്നതാണ്, ഈ പേഴ്സണായിട്ട് തന്നെ തുടങ്ങി വെച്ചതുമാണ്. അത് ഈ വ്യക്തിയായിട്ട് തന്നെ നിർത്താനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് സ്വസ്ഥതയും സമാധാനവും പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതും മാത്രമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഏതൊരു രീതിയിലാണെങ്കിലും തൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും പൊയ്ക്കോട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റിയിലായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നുമൊക്കെ മാറി താൻ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കണമെന്നും എന്നാൽ മാത്രമേ തന്നെ സ്നേഹിക്കുന്നവരും പ്രൊട്ടക്റ്റഡ് ആവുകയുള്ളൂ എന്നും ഈ പേഴ്സൺ തിരിച്ചറിയുന്നത്. വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ്. അതായത് ഇപ്പൊ നിങ്ങളായിട്ടാണെങ്കിലും പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ ഈ പേഴ്സന്റെ വളർച്ചയിൽ യാതൊരു തരത്തിലുമുള്ള തടസ്സങ്ങൾ വരാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് ഈ പേഴ്സന് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ഏത് എനർജിയിലാണ് എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ദ ഓട്ടർ ആൻഡ് കാറ്റെയിൽ പീസ് ആണ് കാണിക്കുന്നത്, പക്ഷെ ഇതൊരു റിവേഴ്സ് ആണ്. കാരണം ഇവിടെ നിങ്ങളുടെ രണ്ടു പേരുടെയും ഒരുപാട് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഇത് ഇപ്പോ ഓട്ടർ എന്ന് പറയുന്നത് നീർനായയാണ്, കാറ്റെയിൽ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ്. ആൻഡ് ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് ദ സിംബൽ ഓഫ് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി ആണ്. അതായത് സമാധാനത്തിനെയും സന്തോഷത്തിനെയും നിറവിനെയും സൂചിപ്പിക്കുന്ന ഒരു സിംബലാണിത്. പക്ഷേ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം നിങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും അത്രയും ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ ഏതോ ഒരു സാഹചര്യത്തിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന് ചേർന്നതോടുകൂടി
നിങ്ങളുടെ ആ ഒരു ഗ്രോത്തിന്, അതായത് നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടുള്ള ആ ഒരു പേഴ്സണൽ മെന്റലി ഫിസിക്കൽ ബോണ്ടിങ് ഉണ്ടല്ലോ, മാനസികപരമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് തോന്നിക്കുമല്ലോ ഒരു വ്യക്തിയോട്. ഇപ്പൊ നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഉണ്ടായിരുന്നു, ഈ പേഴ്സണ് നിങ്ങളോടും ഉണ്ടായിരുന്നു. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി എന്നാണ് കാണിക്കുന്നത്. ആ ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ എന്തും പറയാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ എങ്ങനെയും എന്താ പറയാ എങ്ങനെയും ഒരു എന്താ പറയാ എങ്ങനെ വേണമെങ്കിലും പെരുമാറാം എന്നുള്ളൊരു മെന്റാലിറ്റി നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോവുക. കാരണം സ്വാതന്ത്ര്യം എപ്പോഴും നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? നമുക്ക് ആ വ്യക്തി സ്ട്രേഞ്ചർ ആയിട്ട് തോന്നിക്കുമ്പോഴാണ്, അല്ലേ? ഒരു അപരിചിതനായിട്ട് തോന്നിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾക്കിടയിൽ ഒരു മൂന്നാമതൊരു വ്യക്തി ഉണ്ട് എന്നറിയുമ്പോഴാണ് ആ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നപ്പോൾ പോലും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു സ്വാതന്ത്ര്യവും ഒരുമിച്ചുള്ള ആ ഒരു മെന്റൽ സ്ട്രെങ്ത് ആണ് ഇവിടെ നശിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ അത് ഉടലെടുക്കാൻ, അല്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും ഒരു ന്യൂ സ്റ്റാർട്ടപ്പ് ചെയ്യാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നത് ഒരു സ്റ്റക്ക് പൊസിഷനിലാണ്. ചിലപ്പോൾ ചിലവർ നോ കോണ്ടാക്റ്റിലായിരിക്കാം, ചിലവർ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം, കുറച്ച് മാത്രമേ കോണ്ടാക്ട് ചെയ്യുന്നുള്ളായിരിക്കാം, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, അങ്ങനത്തെ ഒരു ഇതായിരിക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നോ കോണ്ടാക്ട്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിരിക്കാം. ഈ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ നമുക്ക് പറയാനെങ്കിൽ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു കാർഡിൽ ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും വേണ്ടില്ല, ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു എന്താ പറയാ, അത് സെൽഫ് കെയർ ആണ്. അതായത് സ്വന്തമായിട്ട് തന്നെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് വരണമെന്നാണ് ഈ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് ആ ഒരു എനർജിയിലേക്ക് വന്നതിന് ശേഷം മാത്രമേ ഈ ഒരു കാര്യം ബാലൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. പക്ഷെ ഈ പേഴ്സൺ എന്തായാലും ബാലൻസ് ചെയ്തിരിക്കും. കാരണം അത് ചെയ്യുക എന്നുള്ളത് ഈ പേഴ്സന്റെ ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ ആവശ്യമാണ്. കാരണം ഒരു തേർഡ് പാർട്ടി കാരണം എത്രമാത്രം എന്താ പറയാ താഴ്മയിലേക്കാണ് ഈ റിലേഷൻഷിപ്പ് വഴിമാറിപ്പോയത് എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അത് പലപ്പോഴും നിങ്ങളും മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാകാം, നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഈ പേഴ്സൺ അത് മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം. സോ ഈ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ മാത്രം ആവശ്യമായി തീർന്നിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരുപാട് പ്രയത്നങ്ങൾ ഇതിനോടകം വന്നു കഴിഞ്ഞു. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇനി തയ്യാറല്ല ഇനി ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട്. സോ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നുമാണ് ഇനി ഉറപ്പായിട്ടും ഒരു ഹാർഡ് വർക്ക് വേണ്ടത്. അപ്പൊ അതാണ് ഈ പേഴ്സൺ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ തെറ്റുകൾ, ഈ പേഴ്സന് പല ഫേസസ് ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പൊ സ്വഭാവമാണെങ്കിൽ പോലും കൂട്ടുകാരുടെ അടുത്ത് ഒരു സ്വഭാവം, നിങ്ങളുടെ അടുത്ത് വേറെ സ്വഭാവം, തേർഡ് പാർട്ടിയുടെ അടുത്ത് വേറെ സ്വഭാവം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരു നെഗറ്റീവായിട്ടുള്ള സ്വഭാവ പ്രകൃതം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള സ്വഭാവ പ്രകൃതം എന്ന് പറയുമ്പോൾ അത് ഈഗോയിസ്റ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മുഴുവനും തുറന്നു പറയാത്ത ഒരു പ്രകൃതമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ ഫ്രണ്ട്സിനെ വിശ്വസിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ ഈ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടാണ് കണ്ടിരുന്നത്. അതായത് നിങ്ങൾ ചില കാര്യങ്ങൾ പോസിറ്റീവായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ ഈ പേഴ്സൺ നെഗറ്റീവായിട്ടാണ് കണ്ടിരുന്നത്. നെഗറ്റീവായിട്ടാണ് ഈ പേഴ്സൺ അതിന് നോക്കിയിരുന്നത്. ഓ നീ ഇങ്ങനെയാണ് പറയുന്നത്, നീ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ബട്ട് ആക്ച്വലി നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കാം. സോ അങ്ങനെയും ഒരുപാട് തെറ്റിദ്ധാരണകൾ, അത് കൂടുതലും ഈ പേഴ്സന്റെ സ്വഭാവം കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. മനസ്സിലായ, സ്വഭാവം കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്നാണ്. അപ്പൊ ആ സ്വഭാവം ഈ വ്യക്തി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ദ ഫേറ്റഡ് മീറ്റിംഗ് എന്നാണ്. പലപ്പോഴും ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് നിർത്തിവെക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അതായത് ഈ പേഴ്സൺ ചിലപ്പോൾ ഇത് ഈ വ്യക്തിക്ക് പറ്റാത്ത റിലേഷൻഷിപ്പ് ആണെന്നോ,
അല്ലെങ്കിൽ എന്തോ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് കാര്യമാണെന്നോ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകാം, ചിലപ്പോൾ നിർത്തിപ്പോണം എന്ന് തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ പിന്നീട് തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷം എന്ന് പറയുന്നത്, തിരിച്ചറിഞ്ഞ ആ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത്, ഇത് കണ്ടുമുട്ടേണ്ട ഒരു ബന്ധമാണ്, അല്ലെങ്കിൽ ഇത് അങ്ങനെ അങ്ങോട്ട് നഷ്ടപ്പെടുത്താൻ പറ്റുന്ന ഒരു ബന്ധമല്ല. ഇതിന് സംതിങ് സ്പെഷ്യൽ, എന്തോ ഒരു സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു ബന്ധമാണ് എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കാൻ വൈകിപ്പോയിരുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പ് ഈ വ്യക്തിക്ക് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഈ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലൂടെ തന്നെ മുന്നോട്ട് പോകണം, ഇതങ്ങനെ അങ്ങോട്ട് കളയാൻ പറ്റുന്ന ഒന്നല്ല, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട്, പ്രത്യേകതകളുണ്ട് എന്നൊക്കെ അറിയുന്ന ഒരു സിറ്റുവേഷനിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദ റൊമാൻസ് എനർജി ആണ്. ദ റൊമാൻറ്റിക് സർപ്രൈസസ് ആർ ഓൺ ദ ഹൊറിസോൺ, ബി ഓപ്പൺ ടു ദെം എന്നാണ്. അതായത് ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള എനർജി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം റൊമാൻറ്റിക് സിറ്റുവേഷൻസ് ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുമായിട്ട് ഇപ്പൊ നോ കോണ്ടാക്റ്റിലൂടെയും ഭയങ്കരമായിട്ടുള്ള ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ബ്രേക്ക് ചെയ്യണമെന്നും നിങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി അവിടെ ഒരു റൊമാൻസ് വർക്കൗട്ട് ആക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. ലെറ്റർ എൻ കിട്ടിയിട്ടുണ്ട്. 20, ഓർഡിനറി ജോബ്സ്, കൊല്ലം, കാപ്രിക്കോൺ, യുണൈറ്റഡ് കിങ്ഡം, എനിമീസ്, ട്രിവാൻഡ്രം, ബാങ്കിങ് ഫീൽഡ് ആൻഡ് നേവി. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.